അത് നല്ല കുഴപ്പമില്ല, ചിരിക്കാം. ഇവരുടെ ഒരു കോംബോ ഫസ്റ്റ് ആയിട്ടല്ലേ പൃഥ്വിരാജും ബേസിലും, എങ്ങനെയുണ്ട്? വർക്കൗട്ട് ആയിരുന്നോ? കോംബോ നല്ലായിരുന്നു. മറ്റേ നടിമാരെക്കാൾ നല്ല കോംബോ പൃഥ്വിരാജിനായിരുന്നു. നിഖിലയും അനുശ്വരയൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നല്ല സിനിമ. ആരെ ഒരുപാട് ചിരിപ്പിച്ചേ? പൃഥ്വിരാജായിരുന്നോ ബേസിലായിരുന്നു? ബേസിൽ നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ആരെ ഒരുപാട് ഇഷ്ടപ്പെട്ട? ബേസിലായിരുന്നോ പൃഥ്വിരാജിനെ? ബേസിൽ കൊള്ളായിരുന്നു, പൃഥ്വിരാജ് കൊള്ളായിരുന്നു. ഒരു കോംബോ എങ്ങനെ വർക്കൗട്ട് ആയിരുന്നു? അളിയൻ കോംബോ സൂപ്പർ ആയിരുന്നു. ഒരു ഗുരുവായൂർ ഒരു കല്യാണത്തിന് പോയിട്ട് വന്നൊരു നന്നായിട്ടുണ്ടായിരുന്നു. സദ്യ കഴിച്ചു, അപ്പൊ സദ്യ കിട്ടി. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല കോമഡി ഫാമിലിയായിട്ട് കാണാൻ കൊള്ളാവുന്ന പടം കേട്ടോ. രണ്ടുപേരും പൊളിയായിട്ട് ചെയ്തു. ഈക്വൽ ആയിരുന്നു. സെറ്റായിട്ട് അഭിനയിച്ചു. രണ്ടുപേരും പൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. കോമഡിയൊക്കെ സൂപ്പർ. കോമഡിയാണ്, ഫുൾ കോമഡിയാണ്, അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പർ പടം, സിനിമ സൂപ്പർ, അടിപൊളി. പൃഥ്വിരാജ് ബേസിൽ അടിപൊളി. ഏറ്റവും കണ്ടതിൽ നല്ല ബെസ്റ്റ് സിനിമ, നല്ല കോമഡി ഫിലിം. ഗുരുവായൂർ അമ്പലത്തിൽ പോയ ഫീലൊക്കെ ഉണ്ടായിരുന്നു. അതെ, നല്ല ഫീലിങ്സ് ആണ്. നല്ല രീതിയിലുള്ളൊരു കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയൊരു മൂവിയാണ്. കോമഡി തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ ഫാമിലിയെ എന്റർടൈൻ ചെയ്യുന്ന രീതിയിലാണ്. ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. നല്ലായിരുന്നു. ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. അടിപൊളി. രണ്ടുപേരും ഇഷ്ടപ്പെട്ടു. അങ്ങനെയല്ല, ഒരു നന്ദന ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഡയലോഗ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ലൈക്ക് അതിന്റെ ഒരു നൊസ്റ്റാൾജി ഫീലിംഗ്. അത് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ ഭയങ്കര ഒരു എന്റർടൈനർ ആണ്. കംപ്ലീറ്റ് എന്റർടൈനർ ആണ്. നല്ല ചിരിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് തുടർന്ന് ചിരിക്കാൻ സാധിച്ചു. നന്നായിരുന്നു, നല്ല അഭിനയമായിരുന്നു. നന്നായിരുന്നു. നല്ല കോമഡി പടമായിരുന്നു. നമ്മുടെ പഴയ പൃഥ്വിരാജ്, ഒരു താന്തോന്നി സ്റ്റൈല് പൃഥ്വിരാജ്. എല്ലാവരും നല്ല ഇതുണ്ടായിരുന്നു. പിന്നെ എല്ലാം അടിപൊളിയായിരുന്നു. കൊള്ളാം, നല്ല മൂവി. കൊള്ളാം. നല്ല സിനിമയായിരുന്നു. ബേസിലും പൃഥ്വിരാജുമായിട്ട് കോംബോ നല്ല ഫണ്ണി ആയിരുന്നു. ത്രൂ ഔട്ട് ചിരിക്കാനുള്ള സംഭവമാണ്. നല്ലത്. നല്ല കോമഡി. നല്ലതാ. സൂപ്പർ അല്ലേ? ഫാമിലി മൂവി. നല്ല കോംബോ, നല്ല കോമഡി ഒക്കെ ഉണ്ട്. നന്നായിട്ടുണ്ട്. നല്ല കോംബോ. കുഴപ്പമില്ല ബ്രോ, പ്രത്യേകിച്ച് ഒന്നുമില്ല, കോമഡി പടം അത്രേ ഉള്ളൂ. നല്ല ഫിലിമായിരുന്നു. ഇഷ്ടമായി. ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്ന ഫിലിം തന്നെയാണ്. അപ്പം എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. കോമ്പിനേഷൻ നല്ല അടിപൊളിയായിരുന്നു. ചിരിക്കാൻ കുറേ ഉണ്ട്. നല്ല ഹ്യൂമറായിട്ട് നല്ലതായിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് എന്തോ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്രയും വന്നില്ല. ഒരു പഴയ പ്രിയദർശൻ ടച്ച് തോന്നി. കുറച്ച് കയോട്ടിക് ആയിരുന്നു, പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. ബേസിൽ അടിപൊളിയായിരുന്നു. പൃഥ്വിരാജ് പിന്നെ ആസ് യൂഷ്വൽ അടിപൊളിയായി. അടിപൊളി. ഓ, നിറഞ്ഞു. സൂപ്പർ. അടിപൊളി. സൂപ്പർ. നല്ല പടമായിരുന്നു. അതെ, നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളി കോംബോ. ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? കോമഡിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നല്ല പടാ, നല്ല സൂപ്പറാ. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഒരു നല്ല ഇത് തന്നെയാണ്. നല്ല ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. നല്ല ചിരിക്കാം, നല്ല കോമഡി. കൊള്ളാം, സൂപ്പർ പവർ സിനിമ. ഈ ഗുരുവായൂർ നല്ല പടമാണ്. എനിക്ക് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. പിന്നെ എനിക്കൊണ്ട് എല്ലാം പുതിയ മുഖങ്ങളല്ലെങ്കിലും കുറേ എനിക്കൊണ്ട് അത്രയും എന്താ പറയുക, സ്ഥിരമായിട്ട് കാണുന്ന മുഖങ്ങളല്ല. അവർക്കൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. ഈവൻ എന്താ പറയുക, ജഗദീഷിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു സെർവൻ്റൊക്കെ അവർക്കൊക്കെ ഒരു റോള് കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു എന്താണ് പറയുക, ആ ഒരു പ്രോമിനൻസ് അവർക്കുണ്ട്. പക്ഷെ നല്ല മൂവിയാണ്, ഓവറോൾ നല്ല മൂവിയാണ്. ചിരിക്കാനുണ്ട്, പിന്നെ കണ്ടിരിക്കാം. നല്ല മൂവിയാണ്. നന്നായിരുന്നു. മ്യൂസിയോഗ്രാഫി ഒക്കെ നല്ല വെറൈറ്റി, നല്ല കോമഡി ഉണ്ടായിരുന്നു സിനിമ.